നല്ല ചൂട് ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ ഒരു അടിപൊളി പുളിക്കുഴമ്പ് അഥവാ കാരക്കുഴമ്പ് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/4 കിലോ വെണ്ടയ്ക്ക ഈ ഒരു മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി നുറുക്കിയത് കഴുകി വൃത്തിയാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ വഴുവഴുപ്പ് ഒന്ന് പോകുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി ഒന്ന് മാറ്റി വെക്കാം. ഇനി ആ സെയിം എണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് ചുവന്നുള്ളി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അല്ലിയും മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് പോയി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ സാമ്പാർ പൊടി ചേർത്താലാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവുക. അതുകൂടി ചേർത്ത് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ മിക്സി ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിയുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ കായം പൊടി ഇത്രയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ചെറു തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഒരു മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഒന്ന് പിഴിഞ്ഞിട്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെണ്ടയ്ക്ക വേകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി നമുക്കൊന്ന് അരച്ചെടുത്തുനിന്ന് കൊണ്ടുവരാം. അപ്പോഴേക്കും വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് നമുക്ക് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനിരിക്കും തോറും നന്നായിട്ട് ഒന്നുകൂടിയിട്ട് കുറുകി വരും കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക പുളിക്കുഴമ്പ് അഥവാ കാരക്കുഴമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെയും പപ്പടത്തിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഡിഷാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്യണേ.